ഇതിനിടയിൽ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇനി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പൾസർ സുനിയുടെ നിർണായക വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ട ഉടൻ തന്നെ ഫേസ്ബുക്ക് കുറിപ്പുമായി ജോബി ജോർജ് രംഗത്തെത്തിയിരുന്നു. നുണക്കഥയെന്നും ഇതിന് പിന്നിലുള്ളവരെക്കുറിച്ച് ശരിക്കും അറിയാമെന്നുമായിരുന്നു ജോബി ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, ജോബി ജോർജിനെ കുറിച്ച് പൾസർ സുനി പറയുന്ന ഭാഗം 4 മണിക്ക് ശേഷമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിപ്പോൾ ജോബി ജോർജിന്റെ ഫേസ്ബുക്ക് ടൈം ലൈൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ മുൻപാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ വാർത്തകളുടെ ഒരു സംപ്രേഷണം തുടങ്ങുമ്പോൾ തന്നെ ജോബിയെക്കുറിച്ച് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ജോബിയോട് പൾസർ സുനി പറയാതെ ജോബി ഇത് അറിയില്ലല്ലോ പ്രസാദ്. ഉറപ്പായും അതായത് ഈ ജോബിയും അതുപോലെ പൾസർ സുനിയും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ട്. സുജിയ, നമുക്കറിയാവുന്നതുപോലെ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും ഒരു അധോലോകം തന്നെയാണ്. സിനിമയിലേക്ക് പലപ്പോഴും വലിയ തോതിൽ പണമിറക്കി കളിക്കുന്ന ആളാണ് ഈ ജോബി ജോർജ് എന്ന് അറിയാത്തവരാരുമില്ല. ജോബി ജോർജിന്റെ വ്യക്തിപരമായ ജീവിതം അറിയാവുന്നവരും നിരവധിയാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 8 മണിക്ക് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം തുടങ്ങുന്ന സമയത്ത് തന്നെ ജോബി ജോർജിന് അറിയാമായിരുന്നു ജോബി ജോർജിനെ കുറിച്ചുള്ള പരാമർശം ഉറപ്പായും പൾസർ സുനി പറയുമെന്ന്. കാരണം പൾസർ സുനിയുമായി വർഷങ്ങളുടെ അടുപ്പമുള്ള ആളാണ് ജോബി ജോർജ്. ഒന്നും കൂടി നമ്മുടെ പൂർണ്ണ ബോധ്യത്തിൽ പറഞ്ഞാൽ സുജയ, ജോബി ജോർജ് തന്റെ പല കാര്യങ്ങൾക്കും വേണ്ടി പൾസർ സുനിയുടെ കൊട്ടേഷൻസ് ടീമിനെ ഉപയോഗിച്ചു എന്ന വിവരമാണ് പൾസർ സുനി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പലതരത്തിലും ജോബി ജോർജിന്റെ ഇടപാടുകൾ, സിനിമയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തികവും അല്ലാത്തതുമായ ഇടപാടുകൾക്ക് അതിന് ഈ പറയുന്ന പൾസർ സുനിയെ ജോബി ജോർജ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ രാവിലെ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത് തുടങ്ങുമ്പോൾ ജോബി ജോർജിന് അറിയാമായിരുന്നു ഒരുപക്ഷെ ഈ പൾസർ സുനി തന്നെ കുറിച്ച് പറയുമെന്ന്. കാരണം അത്രയേറെ പൾസർ സുനിയുമായി ബന്ധമുള്ള സിനിമാ മേഖലയിലെ ഒരു പ്രമുഖനാണ് ഈ ജോബി ജോർജ്. പ്രസാദ്, ഇപ്പോൾ ഈ ജോബി ജോർജിന്റെ പോസ്റ്റ് കൂടി വരുമ്പോൾ പൾസർ സുനി എന്താണോ പറഞ്ഞത് ആ വെളിപ്പെടുത്തൽ നിഷേധിക്കുകയാണ്. നുണ എന്ന് പറയുന്നു. അതോ ഇനി മുഴുവൻ സംഭവങ്ങളെയും, അതായത് രാവിലെ മുതൽ പുറത്തു വരുന്ന കാര്യങ്ങളെ ജോബി ജോർജ് നിഷേധിക്കുകയാണെങ്കിൽ ജോബി ജോർജിന് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ അറിയാമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ജോബി ജോർജ് സ്വയം ഇതിലേക്ക്, അതായത് ഇതിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ആരോപണ വിധേയരായ ആളുകൾ ആരും പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ ജോബി ജോർജ് പ്രതികരിക്കുകയാണ്. ഇവിടെ ഈ ഗുണ്ടകളെ സപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ ബ്ലേഡ് മാഫിയ പോലെയുള്ള ഒരു പ്രവർത്തനം അത് ഉണ്ട് എന്നതുകൂടി കൂടുതൽ അന്വേഷിക്കേണ്ടി വരില്ലേ ടി വി പ്രസാദ്? നമ്മളിപ്പോൾ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ പുറത്തുവിടുന്നതിനൊപ്പം സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മാഫിയയുണ്ടോ എന്നതുകൂടി ഒരു SIT ആയി അന്വേഷിക്കേണ്ടി വരില്ലേ? ഉറപ്പായും സുജി, അങ്ങനെ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും. സുജി ആദ്യം പറഞ്ഞതാണ് അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് നമ്മൾ രാവിലെ 8 മണിക്ക് ഈ വാർത്ത പുറത്ത് വിട്ട് തുടങ്ങി. ഒരുപക്ഷെ ആദ്യ പോസ്റ്റിൽ സാധാരണ നാട്ടുകാരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ സിനിമാ മേഖലയിൽ നിന്ന് ആദ്യത്തെ പോസ്റ്റായി വേണം സുജയ ഇതിനെ കാണാൻ. അതായത് നുണ എന്ന് പറയുന്നതോടുകൂടി ജോബി ജോർജ് കരുതിക്കാണും ജോബി ജോർജിന്റെ ഭാഗം വരുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഇതാകെ നുണയാണ് എന്ന് പറയുന്ന നിലയിലേക്കാണ് ജോബി ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റിയിരിക്കുന്നത്. സുജയ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി ഒന്നുകൂടി പറഞ്ഞാൽ സിനിമാ മേഖലയിൽ അനധികൃതമായി ഒരുപാട് പണം ഒഴുക്കുന്നതിൽ ജോബി ജോർജിന് നിർണായക പങ്കുണ്ട് എന്ന് പറയുന്നത് പൾസർ സുനിയാണ്. പൾസർ സുനി തന്നെയാണ് അത് പറയാൻ ഏറ്റവും പ്രാപ്തിയുള്ള ഒരാൾ. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, കുറെ കാലമായി ജോബി ജോർജുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തികത്തിന്റെ ഒഴുക്ക് മാത്രമല്ല, ജോബി ജോർജിന്റെ പല ഇടപാടുകളിലും പൾസർ സുനിയുടെ സംഘാംഗങ്ങളെ ഉപയോഗിച്ചിരുന്നു, പൾസർ സുനിയെ ജോബി ജോർജ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തനിക്കെതിരായ വെളിപ്പെടുത്തലുകൾ വന്നാൽ അത് നുണയാണെന്ന് രാവിലെ തന്നെ പറഞ്ഞു വയ്ക്കുന്ന ഒരു രീതിയായിരുന്നു ഇന്ന് ജോബി ജോർജിന്റേതെന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുക. സുജയ, ഓക്കെ പ്രസാദ്, തുടരൂ. നമുക്കൊപ്പം റോഷിപാൽ ഉണ്ട്. റോഷിപാൽ, ഈ ജോബി ജോർജിലേക്ക് എങ്ങനെയാണ് ഈ സംഭാഷണം എത്തുന്നത്? കാരണം നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 1.5 കോടിയുടെ കാര്യങ്ങൾ, അതൊക്കെയാണ് കേട്ടത്. അതിൽ നിന്ന് ജോബിയിലേക്ക് ഈ സംഭാഷണം എത്തിയത് ഏത് ഘട്ടത്തിലാണ് റോഷിപാൽ?
സുജയ പാർവതി, ജോബി ജോർജിന് ഇതിലുള്ള പങ്കാളിത്തം ആരൊക്കെ സിനിമാ മേഖലയിൽ നിന്നും സഹായിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ജോബി ജോർജിനെ കുറിച്ച് പറയുന്നത്. സഹായം ഇപ്പോഴും തുടരുന്ന സിനിമാക്കാരിൽ ഒരാളാണ് ജോബി ജോർജ് എന്ന് പറയുന്നു. ജോബി ജോർജുമായുള്ള ബന്ധം എന്താണെന്ന് പൾസർ സുനി വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ നടിയാക്രമിച്ചതിന് മുന്നേയും ജോബി ജോർജിന് ആവശ്യമായ സഹായങ്ങൾ, സാമ്പത്തിക ഇടപാടിന് ആവശ്യമായ ഗുണ്ട പിന്തുണ, അങ്ങനെ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ പിന്തുണ, അതൊക്കെ ഉറപ്പുവരുത്തിയത് പൾസർ സുനി ആയിരുന്നു എന്ന് പൾസർ സുനി പറയുന്നു. അങ്ങനെ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ ഗുണ്ടാ സംഘങ്ങളെ, സഹപ്രവർത്തകരെ ജോബി ജോർജിന് കൈമാറി അവരാണിപ്പോൾ വേണ്ട സുരക്ഷ അല്ലെങ്കിൽ പണം പിരിച്ചെടുക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. ജോബി ജോർജിനൊപ്പമുള്ളവരൊക്കെ എൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടുകയാണ് പൾസർ സുനി. അങ്ങനെയാണ് ജോബി ജോർജുമായി അടുപ്പം. ജോബി ജോർജിന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു ഗുണ്ട കൊട്ടേഷൻ സംഘത്തലവൻ കൂടിയാണ് ഈ പൾസർ സുനി എന്ന് അതും പറയുന്നത് പൾസർ സുനി തന്നെയാണ്. മാത്രവുമല്ല, ഇതിൽ നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോൾ തന്നെ മുൻകൂട്ടി ഇതിൽ ഒരു ജാമ്യമെടുക്കുന്ന രീതിയാണ് ജോബി ജോർജിന്റെ ആ സോഷ്യൽ മീഡിയയിലെ. റോഷിപാൽ, ശരിക്കും ജോബി ജോർജ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? ഇപ്പോൾ ഈ അനധികൃത സാമ്പത്തിക ഇടപാടെന്നൊക്കെ പൾസർ സുനിയാണ് പറയുന്നത്. പൾസർ സുനി പറയുമ്പോൾ അതിന് എത്രത്തോളം ആധികാരികതയുണ്ട് എന്നൊക്കെ പൊതുസമൂഹം ഒരുപക്ഷെ ചോദിക്കില്ലേ? കാരണം ഒരു ക്രിമിനലാണ്, ഈ കേസിലെ ഒന്നാം പ്രതിയാണ്, പല കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് വളരെ ലാഘവത്തോടുകൂടി റോഷിപാലിന് മുന്നിലിരുന്ന് വിശദീകരിക്കുന്ന ഒരാളാണ്. അയാൾ പറയുന്നതിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട് എന്ന് പൊതുസമൂഹം ചോദിക്കില്ലേ റോഷിപാൽ? സുജയ, അതിലെ കുറ്റകൃത്യം ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ഒന്ന്, നമുക്കറിയാം ജോബി ജോർജ് സിനിമാ മേഖലയിൽ ദീർഘകാലമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതാണ് എന്ന്. അത് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇവർക്ക് പണം തിരിച്ചു പിടിക്കാനുള്ള ഗുണ്ടാ സംഘത്തെ ആരാണ് നൽകിയത് എന്ന കാര്യം ഇതിൽ പൾസർ സുനി ആദ്യ കൂടിക്കാഴ്ചയിലാണ് ഇങ്ങനെ പറഞ്ഞത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തുടക്കം മുതൽ തന്നെ എന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരുന്നു പൾസർ സുനിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ഘട്ടത്തിലാണ് തൻ്റെ ഗുണ്ടാബന്ധങ്ങളും തൻ്റെ ഒപ്പം കുറേയേറെ ഗുണ്ടകൾ ഇപ്പോഴുമുണ്ട്, താനാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു. അവിടെ ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക. ആ ഘട്ടത്തിലാണ് സിനിമയിൽ നിന്നും ആരൊക്കെ സഹായിച്ചു എന്ന ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ജോബി ജോർജിൻ്റെ പേര് ഉത്തരമായി നൽകുന്നത്. ഏതായാലും ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത, അത് അനധികൃത നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടായതുകൊണ്ട് തന്നെ അതിൽ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് അതിലൊരു പരിശോധന നടത്തേണ്ടത്. ഇപ്പോഴും വലിയ ഗുണ്ടാ സംഘത്തെ നിയന്ത്രിക്കുന്നു പൾസർ സുനി എന്ന് പൾസർ സുനി അവകാശപ്പെടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിരന്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സിനിമാ മേഖലയിൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാന മാഫിയ സംഘത്തലവനായിരുന്നു പൾസർ സുനി എന്നാണ് പൾസർ സുനിയുടെ വാദം. അത് 2017 മുമ്പ്. ഇതൊക്കെയാണ് വിശദീകരിക്കുന്നത്. കുറഞ്ഞ കാലമാണെങ്കിലും സിനിമാ മേഖലയിൽ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളും ചെയ്ത് പരിചയ സമ്പത്തുണ്ട് പൾസർ സുനിക്ക്. അപ്പോൾ ഇക്കാര്യങ്ങളിലേക്കും അന്വേഷണം നീളേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. നമുക്കൊപ്പം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജുമുണ്ട്. ശ്യാം ദേവരാജ്, പൾസർ സുനി ചെയ്ത കുറ്റകൃത്യം, അതിന്മേലുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടിയെ ആക്രമിച്ച കേസാണ്. എന്നാൽ സമാന്തരമായി മറ്റ് പല കാര്യങ്ങളിലും ഗുണ്ടാ സംഘങ്ങളെ സപ്ലൈ ചെയ്യുക, ഗുണ്ടയായിട്ടുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ അനധികൃതമായി നടത്തുക, അതിനൊക്കെ ജോബി ജോർജിനെ സഹായിച്ചത്, ജോബി ജോർജിന്റെ ഇടപാടുകളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് പൾസർ സുനി തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ്. ഇക്കാര്യങ്ങളിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലേ? ജോബി ജോർജ് ഇപ്പോൾ കല്ല് വെച്ച നുണ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഈ വിഷയം അസ്തമിക്കുമോ? ശ്യാം ദേവരാജ്, നിയമപരമായുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? നിയമപരമായി ഇക്കാര്യത്തിലുള്ള സാധ്യത പോലീസിന്, അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്തുക എന്നതാണ്. കാരണം ഗൗരവതരമായ കാര്യങ്ങളാണ് പൾസർ സുനി ഈ വെളിപ്പെടുത്തലിലൂടെ നടത്തുന്നത്. അത് ജോബി ജോർജിനെതിരായതാണ്. ജോബി ജോർജിനെതിരെ ഗുണ്ടാ സംഘങ്ങൾ അല്ലെങ്കിൽ ആ ബന്ധം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെയാണ് ജോബി ജോർജിനെതിരെ പൾസർ സുനി വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും സിനിമാ മേഖല എന്നത് വലിയൊരു മാഫിയ മേഖല കൂടിയാണ് എന്ന കാര്യം പല ഘട്ടങ്ങളിൽ പലരായി ആരോപണങ്ങൾ ഉന്നയിച്ചത് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒക്കെയുള്ള കാര്യവും കൂടിയാണ്. അക്കാര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ ഈ ഗുണ്ടാബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങളായി, ആക്ഷേപങ്ങളായി ഒക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കൂടി പോലീസിന് അന്വേഷണം നടത്തേണ്ടി വരിക എന്നത് അനിവാര്യമായ നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ജോബി ജോർജും പൾസർ സുനിയും ജോബി ജോർജുമായുള്ള ബന്ധം, അവർ തമ്മിലുള്ള ഇടപാടുകൾ, ജോബി ജോർജിന്റെ ഗുണ്ടാബന്ധങ്ങൾ എന്നിവയെ സംബന്ധിച്ച് കൂടി അന്വേഷണം നടത്തുക. അക്കാര്യം അതും കൊച്ചിയിൽ നടി ആക്രമിച്ച കേസുമായി എന്ത് ബന്ധമെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നത് അനിവാര്യമായ നടപടിക്രമമാണ്. അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോകുമ്പോൾ പോലീസിന് ജോബി ജോർജിന് നോട്ടീസ് നൽകുകയും ജോബി ജോർജിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുക എന്നതൊക്കെ അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടിയും വരും. അതിന് ജോബി ജോർജ് ഈ ഇത്തരം ആക്ഷേപങ്ങൾക്ക് ജോബി ജോർജ് മറുപടി നൽകേണ്ടിയും
നടത്തേണ്ടി വരും. ഒരുപക്ഷെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ ഈ വാർത്ത 4 മണിക്ക് പുറത്തുവിടുന്നതിന് മുൻപ് 6 മണിക്കൂർ മുമ്പ് നുണ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും അക്കാര്യത്തെ മറച്ചു പിടിക്കാനാകില്ല. അത് നിയമപരമായ നടപടിക്രമങ്ങളുടെ മുന്നിൽ നിയമ നടപടിക്രമങ്ങൾ നേരിടുമ്പോൾ അക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. എവിടെയെങ്കിലും എന്തെങ്കിലും വാക്കാൽ തെറ്റിയാൽ അക്കാര്യം അത് ജോബി ജോർജിന് തിരിച്ചടിയാകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. അക്കാര്യവും കൂടി ഓർമ്മിച്ച് വേണം ഒരുപക്ഷെ ജോബി ജോർജ് ഇനിയുള്ള നിമിഷങ്ങളിൽ മുന്നോട്ട് പോകാനെന്നതാണ് വസ്തുത. അല്ലെങ്കിൽ ഞാനൊന്ന് പ്രസാദിലേക്ക് കൂടി പോവുകയാണ്. പ്രസാദ്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ അത് പോലീസ് അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരു ഗുണ്ടാസംഘത്തെ വെച്ചുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ അനധികൃതമായി നടത്തിക്കൊണ്ട് ഒരു സിനിമാ വ്യവസായത്തിലും ഒപ്പം തന്നെ മറ്റു വ്യവസായങ്ങളിലും ഒക്കെ ഇടപെടലുകളിൽ നടത്തുന്ന ഒരു ഡോണിനെ പോലെയാണ് ഈ ജോബിയെ ഇപ്പോൾ പൾസർ സുനി എന്ന കൂടെ അസോസിയേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന പൾസർ സുനി പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യങ്ങളുടെ ഒരു ആധികാരികത പരിശോധിക്കുന്നതിനായി ഒരു അന്വേഷണം അനിവാര്യമല്ലേ? നുണ എന്ന് അദ്ദേഹം പറഞ്ഞതിൽ അതങ്ങ് അവസാനിക്കില്ലല്ലോ അല്ലേ പ്രസാദ്? സുജിയ, ഇതിൽ ഗൗരവമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ്. അതായത് ഈ ജോബി ജോർജിനോട് ഈ പൾസർ സുനിയോട് ജോബി ജോർജിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടല്ല, റോഷിപ്പാൽ ചോദിച്ചിട്ടല്ല ജോബി ജോർജിനെ കുറിച്ച് പറയുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ജോബി ജോർജിന്റെ പേരാണ് പൾസർ സുനി ഇത്തരം കാര്യങ്ങളിൽ ആദ്യം പറയുന്നത് എന്നതാണ്. അതായത് പൾസർ സുനിയുടെ ഗുണ്ടാ സംഘത്തെ ആശ്രയിക്കണമെങ്കിൽ ജോബി ജോർജിന് ആ ബന്ധമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു സംവിധാനം സിനിമയ്ക്കകത്തുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഒരുപാട് സിനിമകൾക്ക് വേണ്ടി സിനിമാ മേഖലയിൽ ധാരാളം പണം അത് ഒഴുക്കുന്ന ആളാണ് ജോബി ജോർജ് എന്ന് നമുക്കറിയാം. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ സ്വാഭാവികമായി നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണും പോലെ ബ്ലേഡ് മാഫിയ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ വലിയ സംഘമായി ഒക്കെ അവരോട് പിടിച്ചു പറിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അതിനൊക്കെ വേണ്ടി ഈ പറയുന്ന പൾസർ സുനിയുടെ സംഘത്തെ ജോബി ജോർജ് ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ്. അതല്ലാതെ ഇന്നിപ്പോൾ വൈകിട്ട് നമ്മൾ 4 മണിക്ക് മാത്രമാണ് ജോബി ജോർജിനെ കുറിച്ച് പറയുന്ന ഭാഗം നമ്മൾ സംപ്രേഷണം ചെയ്തത്. പിന്നെ എങ്ങനെയാണ് രാവിലെ 8 മണിക്ക് നമ്മൾ ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ സംപ്രേഷണം ചെയ്ത ഉടനെ ജോബി ജോർജ് ഇത് കല്ലുവെച്ച നുണയാണെന്ന് പറയുന്നത്? അതാണ് ടി വി പ്രസാദ്. അതായത് നാടക കമ്പനിയിലേക്ക് ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ പുറപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നസെന്റിന്റെ കഥാപാത്രം വേണമെങ്കിൽ 1/2 മണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന ഒറ്റവാചകത്തിൽ സംഗ്രഹിക്കാം അല്ലേ പ്രസാദ്? ഉറപ്പായും അത് തന്നെയാണ് സുജി. അതായത് തന്നിലേക്ക് ഇതെത്തുമോ എന്ന പേടി, അങ്ങനെ വരുമ്പോൾ അതിന് വിശ്വാസ്യത ഉണ്ടാവരുത് എന്ന് പറയുന്ന ഒരു നീക്കം, ആ നീക്കം സ്വയം നടത്തുകയായിരുന്നു ജോബി ജോർജ് എന്ന് വേണം പറയാൻ. പക്ഷേ ജോബി ജോർജ് യഥാർത്ഥത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിന് മുന്നിൽ ജോബി ജോർജ് ആരാണെന്ന് കേരളീയ സമൂഹം മനസ്സിലാക്കുകയാണ്. കാരണം റോഷിപ്പാൽ ഒരിക്കലും ജോബി ജോർജിന്റെ പേരിനെ കുറിച്ചോ ജോബി ജോർജ് എന്ന വ്യക്തിയെ കുറിച്ചോ പൾസർ സുനിയോട് ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കാതെ ജോബി ജോർജ് എന്ന പേരിലേക്ക് ജോബി ജോർജുമായുള്ള അസോസിയേഷനെ പറ്റി പൾസർ സുനി വെളിപ്പെടുത്തിയത് എന്തുകൊണ്ട്? ഈ രീതിയിലുള്ള ഒരു അസോസിയേഷൻ പൾസർ സുനിയുമായി ജോബി ജോർജിനുണ്ടോ? അങ്ങനെയാണോ സാമ്പത്തിക ഇടപാടുകൾ? അതോടൊപ്പം തന്നെ ഗുണ്ടാസംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തേണ്ട എന്ത് ഇടപാടാണ് ജോബി ജോർജിനുള്ളത്? അതൊക്കെ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. അതിലേക്കൊക്കെ അന്വേഷണം നീളുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അന്ന് നടൻ ദിലീപ് കിടന്ന ആലുവ ജയിലിലേക്ക് ഒന്ന് പോകണം. അതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലും വരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സ്റ്റേ ട്യൂൺ.